ഹലോ. ഇപ്രാവശ്യം ഞാൻ അവധി കിട്ടിയപ്പോൾ അബുദാബിയിൽ നിന്നും സലാലയിലേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചു, ഒമാനിലെ. അങ്ങനെ അബുദാബി എയർപോർട്ടിലെത്തി ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലൂടെയൊക്കെ കുറേ കറങ്ങിയടിച്ച് നടന്നു. പിന്നെ സാധാരണ സലാലയിലേക്ക് വളരെ ആൾ കുറവാണ്, മസ്കറ്റിലേക്കാണ് കൂടുതൽ ആൾക്കാർ പോകാറ്. എന്നാൽ ഞാനൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടുന്ന് അബുദാബി വിസ് എയറിൽ നേരെ ഒമാൻ്റെ സലാലയിലേക്ക്. കണ്ണടച്ച് തുറന്നപ്പോഴേക്കും സലാല എത്തി. ഇതാണ് സലാല എയർപോർട്ട്, ഒരു കൊച്ചു എയർപോർട്ടാണ്. അവിടുന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ കാഴ്ചയാണിത്. ഞാനാദ്യം വിചാരിച്ചു ഇവന്മാരെന്നെ വല്ല കുന്നംകുളത്തോ മറ്റാണ് കൊണ്ടിറക്കിയത്. നോക്കുമ്പോൾ ഫുള്ള് തെങ്ങും കവുങ്ങും മറ്റ് കേരളം പോലെ തന്നെ ഇരിക്കുന്നു. ഇത് സ്റ്റാർ എമിറേറ്റ്സ്, ഞാൻ താമസിക്കുന്ന ഹോട്ടൽ. പിന്നെ മെല്ലെ നടക്കാനിറങ്ങി. നല്ല തെങ്ങും തോപ്പുകളും പപ്പായത്തോട്ടങ്ങളും വാഴത്തോട്ടങ്ങളും കാബേജ് കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ശരിക്കും കണ്ണടച്ച് നമ്മളവിടെ കൊണ്ട് നിർത്തിയാൽ നമ്മൾ കേരളമെന്ന് വിചാരിക്കും. ഗൾഫിൽ നിന്ന് കേൾക്കുമ്പോൾ എല്ലാവരും പച്ച മരുഭൂമിയാണല്ലോ വിചാരിക്കുക. പക്ഷേ ഇത് തനി കേരളം. ഇതാ പപ്പായക്ക് നിൽക്കുന്നുണ്ടോ. അങ്ങനെ നടന്ന് ഞാൻ മെല്ലെ ഒരു ബീച്ചിൻ്റെ സൈഡിലെത്തി. ബീച്ചെന്ന് വെച്ചാൽ നല്ല വെയിലാണ്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു ആളൊന്നും കണ്ടില്ല അവിടെ. കുറച്ച് നേരമൊക്കെ അവിടെ കറങ്ങി അടിച്ച് നിന്നു. അവിടെ ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യുന്നൊരു സ്ഥലം കുറേ ദൂരെ കാണാം. പിന്നെ അവിടുന്ന് നേരെ തിരിച്ച് നടന്ന് വഴിയിലെത്തി ഒരു ടാക്സി വിളിച്ച് നേരെ വീണ്ടും റൂമിലേക്ക്. പോകുന്ന വഴിക്ക് ഞാനൊരു ഒമാനി സ്വീറ്റ്സ് കട കണ്ടു. നിങ്ങൾ വിചാരിക്കും ഞാൻ കുറേ സ്വീറ്റ്സൊക്കെ വാങ്ങി. എല്ലാ സാമ്പിളും നക്കി നോക്കി സാധാ മലയാളി പോലെ. എന്നിട്ട് വീണ്ടും തിരിച്ച് റൂമിലേക്ക്. വൈകിട്ട് സുൽത്താൻ കാബൂസ് പള്ളിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഒമാൻ്റെ സുൽത്താനായ സുൽത്താൻ കാബൂസിൻ്റെ പേരിലുള്ള പള്ളിയാണ്. വളരെ മനോഹരമായൊരു പള്ളി, നല്ല പീസ്ഫുള്ളായിട്ടുള്ള അന്തരീക്ഷം. ഒരു അരമണിക്കൂറോളം ഞാൻ അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്തു. പിന്നീട് രാവിലെ വെറുതെ വീണ്ടും നടക്കാൻ ഇറങ്ങി. അപ്പോൾ അതാ മസ്കറ്റിലേക്കുള്ള വണ്ടി. അവിടെ ഒരാൾ പറയുന്നത് കേട്ടോ, അവിടെ നല്ലൊരു 62 ബ്രാഞ്ചുകളുള്ള ഒരു കടയുണ്ട്, മാംഗോ തലാത്ത്. അവരുടെ സ്പെഷ്യൽ ഐറ്റം ഉണ്ട് മാംഗോ തലാത്ത്. അത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് അവിടെ കയറി. അത് ജോർദാനികളാണെന്ന് തോന്നുന്നു കടയിലിരിക്കുന്നത്. ഇതാണ് മാംഗോ തലാത്ത്. ഇത് കഴിച്ചു. വൈകിട്ടായപ്പോൾ വീണ്ടും സലാല എയർപോർട്ടിലേക്ക് തിരിച്ച് അബുദാബിക്ക് പോകാൻ. പറഞ്ഞത് കേട്ടനുസരിച്ച് ഒരുപാട് നല്ല സ്ഥലങ്ങൾ ഇനിയുമുണ്ട് അവിടെ. മൂന്നാർ പോലെയും മറ്റ് വെള്ളച്ചാട്ടങ്ങളൊക്കെ ആയിട്ട് അടിപൊളി സ്ഥലങ്ങളുണ്ട് ഇനിയും. പക്ഷേ എനിക്ക് ടൈമില്ലായിരുന്നു. ഇനി മറ്റൊരു ദിവസം ഞാൻ വീണ്ടും വരും സലാലയിലേക്ക്, അതൊക്കെ കവർ ചെയ്യാൻ. നമ്മുടെ ഫ്ലൈറ്റ് റെഡിയാണ്. അബുദാബി വിസ തന്നെയാണ് തിരിച്ചും. അങ്ങനെ പുതിയൊരു യാത്രയുടെ കാത്തിരിപ്പിലേക്കായി വീണ്ടും